അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, കഴിഞ്ഞ 1200 കൊല്ലമായി മുസ്ലിം ലോകം ഒന്നിച്ച് സ്വീകരിച്ച അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനപ്പേരാണ് ഇമാമു അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഇമാം അഹ്മദ്. ആ ഇമാം അഹ്മദ് ശിർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന് പറയാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ 2.5 കൊല്ലം ജയിലിൽ കിടന്നതാണ് ഇമാം അഹ്മദ്. 70ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 72.5 വയസ്സിലാണ് അദ്ദേഹം വിട്ടയക്കപ്പെടുന്നത്. 2.5 കൊല്ലം ജയിലിൽ കിടന്നു ആ പ്രായാധിക്യമുള്ള കാലത്ത്. ചാട്ടവാറ് കൊണ്ട് പരസ്യമായി ജുമുഅയ്ക്ക് ശേഷം പള്ളിയുടെ പുറത്ത് വെച്ച് അടിയേറ്റുവാങ്ങിയതാണ് ഇമാം അഹ്മദ്, മാറ്റിപ്പറയാൻ തയ്യാറാവാത്തത് കൊണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്, മഖ്ലൂഖല്ല സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് ആ ഇമാം അഹ്മദ് അഹ്ലുസുന്നയുടെ ഇമാം എന്നാണ് ലോകം മുഴുക്കയും അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേര്. ഈ ഉമ്മത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട 2 ഘട്ടങ്ങളാണ് ചരിത്രത്തിലുള്ളത്. ഒന്ന്, നബി തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ. ഖുർആൻ ഇസ്ലാമെന്ന് പോകുന്നു, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു, കള്ളപ്രവാചകന്മാർ വരുന്നു, ഇങ്ങനെ ഒരുപാട് ഫിത്നകൾ ഉണ്ടായപ്പോൾ അവിടെ ഉറച്ച നിലപാടെടുത്ത് മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ്. അതാണ് ഒരു ഘട്ടം. 2ാമത്തെ ഘട്ടം ഇമാം അഹ്മദിന്റെ കാലമാണ്. ആ ഇമാം അഹ്മദാണ് ഇമാമു അഹ്ലുസുന്ന. അദ്ദേഹം ഇങ്ങനെ ചെയ്തുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് മകനാണ് ഉദ്ധരിക്കുന്നത്. ഇതാണ് ഒരു സംഭവം. മറ്റൊന്ന്, ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇതേപോലെ ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, വഴിതെറ്റിയ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാലും മതി, ഹദീസ് ഉണ്ടല്ലോ. അദ്ദേഹം ഒരു സനദ് കാണണം. സനദ് കണ്ടപ്പോൾ അദ്ദേഹം ഈ സനദ് സംതൃപ്തമല്ല, ഈ സനദ് സ്വീകാര്യമല്ല, അതുകൊണ്ട് സ്വീകാര്യമല്ലാത്തതിനാൽ അത് പ്രവർത്തികമാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പ്രതികരിച്ചത്. ഇത് ശിർക്കുണ്ട്, അവിടെ ഞാൻ ചെയ്യൂല എന്നല്ല പറഞ്ഞത്. ഇത് ശിർക്കാണ്, അതുകൊണ്ട് ചെയ്യില്ല എന്നല്ല. നേരെ മറിച്ച് ഇത് സ്ഥിരപ്പെട്ടതല്ല, സനദ് ശരിയല്ല, അത് പ്രാവർത്തികമാക്കാവതല്ല എന്നാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത്.